കേരളീയ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു സാമൂഹിക തിന്മയാണ് ലഹരി എന്ന് പറയുന്നത്. നമ്മുടെ നാടിനെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ജീവിതത്തെ വളരെയധികം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ലഹരിയിലൂടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ നല്ല നിലയിലുള്ള ക്യാമ്പയിനുകളും മറ്റു പരിപാടികളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ അറവുപുഴ പ്രദേശത്തും ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അറവുപുഴ മുഹീദ്ദീൻ ജുമാ മസ്ജിദിൻ്റെയും അതുപോലെ തന്നെ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും ഉസ്താദുമാരും ഈ മഹല്ലിലെ ഓരോ വീടുകളും സന്ദർശിച്ചുകൊണ്ട് ഓരോ മാതാപിതാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും യുവാക്കളെയും ഒക്കെ ബോധവൽക്കരിക്കാനും അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഒരു ലഹരി വിരുദ്ധ ക്ലാസും പ്രതിജ്ഞയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മക്കൾ, യുവതലമുറ അധാർമികതയിലേക്കും അസാന്മാർഗമായ പ്രവർത്തനങ്ങളിലേക്കും വളരെയധികം ലയിച്ചു ചേരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും അവരെ വിമുക്തമാക്കിക്കൊണ്ട് അവരുടെ ജീവിതം ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി മദ്രസ സംവിധാനങ്ങൾ ശക്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ബുധനാഴ്ച 16-ാം തീയതി ബുധനാഴ്ച രാവിലെ 9:30 നമ്മുടെ അറവുപുഴ ഹിദായത്തുൽ ഇസ്ലാം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ പ്രവേശന സുദിനം വളരെ വിപുലമായി ആചരിക്കാനും ആഘോഷിക്കാനും മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ ക്ലാസ് കേരളത്തിൽ അറിയപ്പെടുന്ന പോലീസ് ഓഫീസർ, നാർക്കോട്ടിക് പോലീസ് ഓഫീസറായ അമ്പിളി ദേവി അവരുടെ നേതൃത്വത്തിൽ നടത്താനും അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും കുട്ടികളെ ആത്മീയമായ ഉന്നതിയിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മഹല്ല് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഷഫീഖ് ഫാദിൽ മന്നാനി അവരുടെ നേതൃത്വത്തിൽ ഒരു ഉദ്ഘാടന കർമ്മവും അതോടൊപ്പം തന്നെ നമ്മുടെ മദ്രസ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സ്മാർട്ട് ക്ലാസിൻ്റെ ഉദ്ഘാടനവും നടത്തുകയാണ്. ബഹുമാനികളെ, ഇതൊരു തുടക്കമാണ്. ഈ തുടക്കത്തിലൂടെ നമ്മുടെ നാട്ടിൽ ഗൃഹസന്ദർശനത്തിലൂടെ പല ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ലഹരി വിമോചനം, അതുമായി ബന്ധപ്പെട്ട് ആളുകളെ ഉദ്ധരിക്കുക, ഉത്ബോധിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മഹല്ലിലെ ഓരോ അംഗങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാനും അവരുമായി ഉസ്താദുമാരും അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികളും ഒരു ബന്ധം സ്ഥാപിക്കാനും അവരുടേതായ ജീവിത ശൈലിയെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടിയൊക്കെയാണ് ഈ ഗൃഹസന്ദർശനം ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറവുപുഴ ഈ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ മത സംഘടനകളുമായി ഒത്തൊരുമിച്ചുകൊണ്ട് വളരെ വിപുലമായ പരിപാടികളും ക്യാമ്പയിനുകളും നടത്താൻ വേണ്ടി നമ്മുടെ ജമാഅത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അതിലേക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം കഴിയുമോ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഉസ്താദുമാരും ഈ മഹല്ല് ഭാരവാഹികളും ജമാഅത്ത് കമ്മിറ്റിയും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയും പ്രോത്സാഹനവും അതിലുണ്ടാകണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു, ജോലികൾ തയ്യാറാകുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന ആനിമേഷൻ. റിക്രൂട്ടേഴ്സ് ചോയ്സ്, ഇൻഡസ്ട്രിയുടെ വോയിസ്.